മഹാദേവന്റെ അനുഗ്രഹം എല്ലാ ഭക്തരിലും നിറയട്ടെ. ഭക്തരെ, നിങ്ങളുടെ ചിന്തയും പ്രവൃത്തിയും ഒരുമിച്ചു ചേർന്നാൽ ജീവിതത്തിൽ വിജയം എളുപ്പത്തിൽ നേടാൻ സാധിക്കും. ചിലപ്പോഴെങ്കിലും പ്രശ്നങ്ങളെ നേരിടുമ്പോഴാണ് പല കഴിവുകളും നിങ്ങൾക്കുള്ളതായി തിരിച്ചറിയുക. ഭക്തരെ, നിങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ട് വരുമ്പോൾ ചിലപ്പോൾ നിങ്ങൾ പ്രതീക്ഷിക്കുന്നവർ ആയിരിക്കില്ല നിങ്ങളെ സഹായിക്കാൻ എത്തുക. ഒരുപക്ഷെ ഒരിക്കലും നിങ്ങൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത മറ്റാരെങ്കിലും ആയിരിക്കും. ആത്മാർത്ഥതയില്ലാത്ത ഒരു വ്യക്തിയുടെ ഏറ്റവും വലിയ ലക്ഷണമാണ് കാണുമ്പോൾ മാത്രം ഓർമ്മിക്കുകയും സ്നേഹപ്രകടനം നടത്തുകയും ചെയ്യുക എന്നത്. ഭക്തരെ, ജീവിതം പ്രതിസന്ധികളിലൂടെ കടന്നു പോകുമ്പോഴാണ് കൂടെ നിന്നിരുന്നവരുടെയും കൂട്ടുകൂടിയവരുടെയും ഒക്കെ യഥാർത്ഥ സ്നേഹം തിരിച്ചറിയാൻ സാധിക്കുക. ഏതൊരു കാര്യത്തിനും ആത്മാർത്ഥമായി പ്രവർത്തിക്കുമ്പോഴാണ് അതിൽ സന്തോഷം കണ്ടെത്താൻ സാധിക്കുക. ജ്ഞാനികൾ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ മാത്രം സംസാരിക്കുന്നു. എന്നാൽ വിഡ്ഢികൾ സംസാരിക്കാൻ വേണ്ടി മാത്രം എന്തെങ്കിലും പറയുന്നു. ഭക്തരെ, നിങ്ങളുടെ ജീവിതത്തെ മറ്റുള്ളവരുടേതുമായി താരതമ്യം ചെയ്യരുത്. സൂര്യനും ചന്ദ്രനും തമ്മിൽ താരതമ്യം ചെയ്യരുത്. അത് അർത്ഥശൂന്യമാണ്. കാരണം അവ അവരുടെ സമയമാകുമ്പോൾ അവ തിളങ്ങുന്നു. താരതമ്യപ്പെടുത്താനും മത്സരിക്കാനും ശ്രമിക്കാതെ സ്വയം വിശ്വസ്തത പുലർത്തുന്നതിലൂടെ നിങ്ങൾ എല്ലായിടത്തും ബഹുമാനത്തിന് അർഹനാകുന്നു. ഭക്തരെ, അമിത ചിന്തകൾ ഒഴിവാക്കുക. നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്നത് ചെയ്യുക. സംഭവിക്കാനുള്ളത് സംഭവിക്കുക തന്നെ ചെയ്യും. ഭക്തരെ, താങ്ങി നിർത്താൻ കൂടെ ഒരാൾ ഇല്ലെന്ന് തോന്നിയാൽ ഏതൊരു തളർച്ചയിലും സ്വയം ജീവിക്കാൻ പഠിച്ചു തുടങ്ങും. പണത്തിന് അമിത പ്രാധാന്യം കൊടുക്കുന്നവർക്കും ആത്മാർത്ഥമായ സ്നേഹത്തേക്കാൾ മൂല്യം പണത്തിന് നൽകുന്നവർക്കും ഒരിക്കലും ആരെയും ആത്മാർത്ഥമായി സ്നേഹിക്കാൻ കഴിയില്ല. ഭക്തരെ, പരസ്പര വിശ്വാസമാണ് ഏതൊരു ബന്ധത്തിൻ്റെയും കെട്ടുറപ്പ്. അതിന് കോട്ടം തട്ടുന്നതോടുകൂടി ആ ബന്ധത്തിന് ഉലച്ചിൽ തട്ടാൻ തുടങ്ങുന്നു. എല്ലാ ഭക്തരും സന്തോഷത്തോടു കൂടിയിരിക്കുക. മഹാദേവന്റെ അനുഗ്രഹം എല്ലാ ഭക്തരിലും നിറയട്ടെ. ഓം നമഃ ശിവായ.